അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. അല്പസമയ വചന ധ്യാനത്തിനായി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എബ്രായ ലേഖനം 11:6 അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അവന് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. തിരുവചനം നാം പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവിനനുസരിച്ച് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നവരുണ്ട്. ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവ് കൊണ്ട് വിശ്വാസത്തെ വളർത്തുന്നവർ. അടുത്ത കൂട്ടർ വചനം നൽകുന്ന അറിവ് കൊണ്ട് വിശ്വാസത്തെ വളർത്തുന്നവർ. ഒന്ന്, ഇന്ദ്രിയ ബോധത്തിലായിരിക്കും അവരുടെ വിശ്വാസം വളരുന്നത്. അടുത്തൊരു കൂട്ടർ വചനം എന്തു പറയുന്നോ അതിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഈ 2 ഗ്രൂപ്പിനെയും നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഈ 2 കൂട്ടരെയും ഒന്ന് അടുത്തറിയേണ്ടതിന് നമുക്ക് ചില വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ആദ്യമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 26 മുതൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. 29 വരാം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തോമസ് ലീയോട് യേശു കർത്താവ് പറയാണ്, നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. തോമസിന് തൻ്റെ ഇന്ദ്രിയങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ സാധിച്ചുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് ബോധം വരണം. ഇന്ദ്രിയങ്ങളുടെ അറിവിലൂടെയാണ് തോമസ് അപ്പോസ്തലൻ യേശു ഉയർത്തെന്ന് വിശ്വസിക്കുന്നത്. യേശു പറയാണ്, കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അതായത് ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവിനനുസരിച്ചല്ല, വചനം എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വചനമനുസരിച്ച് ജീവിക്കുന്ന ആ വ്യക്തികളെ കുറിച്ചുള്ള ഒരു വിവരണത്തിന് വേണ്ടി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു.
അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇവിടെ എബ്രഹാമിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്. എബ്രഹാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഏകദേശം 100 വയസ്സുള്ളവനാണ്. തൻ്റെ ശരീരത്തിന് നിർജീവത്വം ഗ്രഹിച്ചു. സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും എബ്രഹാമിനറിയാം. സ്വന്തം ശരീരം എബ്രഹാമിനോട് പറയുന്നുണ്ട്, നിനക്ക് ആയുസ്സിൽ ഒരു തലമുറയെ കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. സാറായുടെ ഗർഭപാത്രവും മറിച്ചൊന്നുമല്ല പറയുന്നത്, അടുത്തൊരു ജനറേഷനെ അതിൽ നിന്ന് ഉരുവാകുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഇവിടെ അവർക്ക് അവരുടെ അറിവ്, ഫിസിക്കൽ വേൾഡിലുള്ള അവരുടെ അറിവ് വെച്ച് നോക്കിയാൽ ദൈവം പറഞ്ഞ വചനം ഒരിക്കലും നടക്കുവാനോ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കുവാനോ സാധിക്കാതെ വണ്ണം അവരുടെ ഇന്ദ്രിയ ബോധം അവരോട് പറഞ്ഞു ഇത് നടക്കത്തില്ല. പക്ഷെങ്കിൽ എബ്രഹാം എന്താ ചെയ്തത്? അവിടെ അതിൻ്റെ 21 വാക്യം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. 20 വാക്യത്തിലേക്ക് ശ്രദ്ധ വരിക. 20 വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. എബ്രഹാം എന്ത് ചെയ്തു? ദൈവം എന്താണോ പറഞ്ഞത് അതിനെ പൂർണ്ണമായിട്ട് ഇദ്ദേഹം അങ്ങ് ഉറപ്പിക്കുവാണ്. തിരുവചനം പറയുന്നത് ആശയ്ക്ക് വിരുദ്ധമായിട്ട് 18 വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി, ആശിക്കാൻ ഇവിടെ വഴിയില്ല, പക്ഷെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുകയാണ്. തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാം, തൻ്റെ ഭാര്യയുടെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാം. പക്ഷെങ്കിൽ ഇപ്പുറത്ത് ദൈവം പറഞ്ഞ ഒരു ദൂതും കിടപ്പുണ്ട്. ദൈവം ഒരു ദൂത് എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാമേ, നിനക്ക് അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നിനക്കൊരു തലമുറയെ ദൈവം തരുമെന്ന് ഒരു ദൂത് ഇപ്പുറത്ത് നിൽക്കെ ഫിസിക്കൽ വേൾഡിൽ, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ വേൾഡിൽ, ഇന്ദ്രിയ ബോധത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ സാറയുടെ ശരീരം അവരോട് സംസാരിക്കുന്നു, ഇത് നടക്കത്തില്ല, പക്ഷെങ്കിൽ ആശിക്കാൻ വഴിയില്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഒരു മനുഷ്യനാണ് എബ്രഹാം. ഇപ്പുറത്ത് യേശു ഉയർക്കൂ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവചനം എഴുതി വെച്ച് അത് കേട്ടും അറിഞ്ഞും ഉള്ള തോമസ്, തിരുവെഴുത്ത് പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് അറിയാമെന്ന തോമസ് ഇപ്രകാരം പറഞ്ഞു, അവൻ്റെ വിലാപ്പുറം കാണാതെ, അവൻ്റെ ആണിപ്പഴുതുള്ള കരം കാണാതെ ഞാൻ അവനെ വിശ്വസിക്കത്തില്ല. പക്ഷെങ്കിൽ ഇപ്പുറത്ത് വേറൊരു മനുഷ്യൻ, തൻ്റെ ഫിസിക്കൽ വേൾഡ് മുഴുവൻ നെഗറ്റീവാണ്, പക്ഷെങ്കിൽ വചനം എന്താണോ പറഞ്ഞത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താണോ പറയുന്നത് അതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഭയങ്കര പരാജയത്തിലേക്ക് പോകും. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7 മുതലുള്ള വാക്യത്തിനകത്ത് പറയാം, ഞങ്ങൾ കാഴ്ചയാലെ അല്ല നടക്കുന്നത്, ഞങ്ങൾ കാണുന്നതിനകത്തല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ഇന്ദ്രിയ ബോധത്തിനകത്തല്ല ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ വചനം എന്തു പറയുന്നോ, ദൈവം എന്തു പറയുന്നോ അതിലായിരിക്കും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉറപ്പിച്ചു വെക്കുന്നത്. ഇന്ന് നിങ്ങൾ
വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഉയരേണ്ടതിനായി നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന ഇൻഫർമേഷനുകൾ അതിനകത്ത് നിന്നാൽ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകും. കർത്താവ് പറയുന്നത് കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷെങ്കിൽ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ. ഇന്ദ്രിയങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നത് അത് കേട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമിടുന്നെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അറിവ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നിങ്ങൾ വചനത്തിലാണ് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, വചനം എന്തു പറയുന്നോ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, ഇന്നു മുതൽ നിങ്ങളുടെ വിശ്വാസം പയ്യെ പയ്യെ വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്നെ കേൾക്കുന്ന താങ്കളൊരു രോഗിയാണോ? നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണിന്, നിങ്ങളുടെ ചെവിക്ക്, നിങ്ങളുടെ മൂക്കിന്, നിങ്ങളുടെ ശരീരത്തിന് അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. പക്ഷെ വചനം പറയുന്നു, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. നിങ്ങൾ സാമ്പത്തികത്തിനകത്ത് ഒരു താഴ്ന്ന അവസ്ഥയിലാണോ എന്നെ കേൾക്കുന്നത്? തിരുവചനം പറയുന്നു, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനായിരിക്കുന്നു. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവി കേൾക്കുന്നതെല്ലാം നെഗറ്റീവായിരിക്കാം. പക്ഷേ വചനം പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ തുടങ്ങും. ഒരിക്കൽ യേശുവിൻ്റെ അരികിൽ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ പറയാൻ വേണ്ടി വന്നു. യേശു അങ്ങോട്ടുള്ള യാത്രയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള റിപ്പോർട്ട്, ആ കുഞ്ഞ് മരിച്ചു. യേശു പറഞ്ഞ ആ വാക്ക് കാര്യമാക്കണ്ട. എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വാക്ക് കാര്യമാക്കരുത്. നമ്മൾ പരാജയങ്ങളായിരിക്കാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ കാഴ്ച കാര്യമാക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്നത് മുഴുവനും നെഗറ്റീവ് ആകാം, പക്ഷേ അതൊന്നും ആ അനുഭവങ്ങളെ അല്ല കാര്യമാക്കേണ്ടത്. വചനം നിങ്ങളോട് എന്താണോ പറയുന്നത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഇവിടെയാണ് നമ്മുടെ മാനസാന്തരത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വരേണ്ടത്. നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സ് ഉരുവായത് നെഗറ്റീവുകൾ കണ്ടു വളർന്നാണ്. ഒരു സാമ്പത്തിക നന്മകൾ ആസ്വദിച്ചല്ല നമ്മുടെ മനസ്സ് ഉരുവായി വന്നത്. പലപ്പോഴും തകർച്ചകൾ കൊണ്ട്, തകർച്ചകൾ എങ്ങനെ ആണെന്നുള്ളത് നമ്മുടെ മനസ്സിന് നന്നായിട്ടറിയാം. ഇല്ലായ്മ എന്താണെന്ന് നമ്മുടെ മനസ്സിന് നന്നായിട്ടറിയാം. നിന്ന എന്താണെന്ന് നമ്മുടെ മനസ്സിന് നന്നായിട്ടറിയാം. താഴ്ച എന്താണെന്ന് നമ്മുടെ മനസ്സിന് നന്നായിട്ടറിയാം. ഉയർച്ചകളോ സമൃദ്ധിയോ ആരോഗ്യമോ എന്താണെന്ന് നമ്മുടെ മനസ്സ് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു തകർക്കപ്പെട്ട, ഉടയപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയാണ് തിരുവചനം നമ്മളോട് പറയുന്നത്, ബലഹീനൻ തന്നെത്താൻ ബലവാനെന്ന് ചിന്തിക്കട്ടെ. തകർന്നു കിടക്കുന്നവനോട് ദൈവം പറയുന്നത് അവൻ ശക്തനാണെന്ന് പറയാനാണ്. നമ്മുടെ മനസ്സിനെ മുഴുവനും തിരിക്കണം പ്രിയമുള്ളവരെ. വചനം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് തന്നെ നിങ്ങൾ തിരുവചനത്തിൽ നിന്നും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ളത് ഉള്ള വാക്യങ്ങൾ കണ്ടെത്തുക. അതും നിരന്തരം പറയുക, അത് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ പാകമാക്കിയെടുക്കണം. ഒരു ക്രിസ്തീയ ജീവിതം മാനസാന്തരം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളവടി മാറ്റുന്നു, സിഗരറ്റ് വലി മാറ്റുന്നു, ഇതല്ല പ്രിയമുള്ളവരെ. അതൊക്കെ വേണം. പക്ഷെങ്കിൽ നിങ്ങൾ ഇന്ന് വരെയും തകർച്ചകളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്നു മുതൽ ആ ചിന്താ രീതികളെ മാറ്റുക. ഇന്നു മുതൽ എനിക്ക് ഉയർച്ച ഉണ്ട്, ഞാൻ ക്രിസ്തുവിൽ ഞാൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ ആരോഗ്യമുള്ളവനായിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം മുഴുവനും വചനം എന്താണോ പറയുന്നത് അതിനെക്കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളോട് പറയുന്നത് അല്ല നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കേണ്ടത്.
നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ചുറ്റും പ്രശ്നങ്ങളാണെങ്കിൽ എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശം 10,000 പേരും വീഴും, പക്ഷെ ഇതൊന്നും എന്നോടടുത്ത് വരികയില്ല. കൂരിൻ്റെ താഴ്വരയിലൂടെ നടക്കും, പക്ഷെങ്കിൽ ഇതൊന്നും എനിക്കുള്ളതല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്നതേയല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞത് മാത്രം ഫോക്കസ് ചെയ്യുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ വചന ധ്യാനം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. മോശ 12 പേരെയാണ് ഒറ്റുനോക്കാൻ വേണ്ടി കനാൻ ദേശത്തേക്ക് വിട്ടത്. അതിൽ 10 പേർ ആ ദേശം കണ്ടിട്ട് ഈ 12 പേരും തങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ആയുസ് വരെ നിർണയിച്ചു എന്ന് ഞാൻ പറയും. ഈ 10 പേര് വന്നിട്ട് പറഞ്ഞു, ദേശം നല്ലതാണ്, പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റില്ല. കാരണം അവർ അവരുടെ ഇന്ദ്രിയ ബോധങ്ങൾ ഇന്ദ്രിയം പറഞ്ഞ ആ കാര്യത്തിൽ അവർ വിശ്വസിച്ചത്. അവരുടെ കണ്ണ് പറഞ്ഞു അവർ ബലവാന്മാരാണ്, നിങ്ങൾ ചെറുതാണ്. പക്ഷെങ്കിൽ 2 പേര് കാലേബ് യോശുവയും പറഞ്ഞൊരൊറ്റ കാര്യം, അവർ പറഞ്ഞത് ആ ദേശം നല്ലതാണ്, നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കർത്താവ് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് പറഞ്ഞ 10 പേരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ മരിക്കും, നിങ്ങൾ ഈ മരുഭൂമിയിൽ പട്ടുപോകും. പക്ഷെ കാലേബിലും യോശുവയോടും കർത്താവ് പറഞ്ഞത്, അവർ വേറൊരു ഹൃദയപ്രകാരം, വേറൊരു മനസ്സിന്, വേറൊരു ചിന്താഗതി ഉള്ളവരാണ്, അവരെ അക്കരെ കയറുകയുള്ളൂ. പ്രിയരെ, അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണം അവരുടെ ചിന്തകളെ മാറ്റിയത് കൊണ്ടാണ്. വചനം, ദൈവം എന്താണോ അവരോട് പറഞ്ഞത് അത് മാത്രമായിരുന്നു കാലേബിന്റെയും യോശുവയുടെയും ചിന്ത. അല്ലാതെ അവർ കണ്ടതിനകത്തല്ല, അവർ കേട്ടതിനകത്തല്ല അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലാണോ ഇരുന്നാണോ ഇതെന്നെ കേൾക്കുന്നത്? നിങ്ങളുടെ ആരെങ്കിലും രോഗിയാണോ? ആ ഡോക്ടർ പറയുന്നത് സത്യമാ, പക്ഷെ അതല്ല വിശ്വസിക്കേണ്ടത്. തിരുവചനം നമ്മളോട് എന്തു പറഞ്ഞോ അതിനെ വിശ്വസിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. നിങ്ങളുടെ മനസ്സിന് ഇത് ട്രെയിൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ ഇത് പറ്റത്തുള്ളൂ. ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെട്ടെന്ന് ഉളവാകുന്നതല്ല ഇത്. കാരണം നമ്മുടെ തകർക്കപ്പെട്ട, ഉടയപ്പെട്ട ആ മനസ്സിനെ നമ്മൾ പണിത് രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ഇന്ന് തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യാദികൾ ചെയ്തു തുടങ്ങ്. നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അടുത്ത ലെവലിൽ ദൈവീക ചിന്തയായിട്ട് മാറും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചുറ്റും ദൂതന്മാരുണ്ടെന്ന്, നിങ്ങൾക്കറിയാം യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന്, നിങ്ങൾക്കറിയാം യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും വർക്കൗട്ട് ആകുന്നില്ല? നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇന്ദ്രിയ ബോധത്തിൽ എനിക്കതിനെ കാണാൻ പറ്റുമോ എന്നാണ്. ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുവാണെങ്കിൽ, എബ്രായലേഖനം 11-ാം അധ്യായത്തിനകത്ത് ഇപ്രകാരം ഒരു വാക്യമുണ്ട്, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഇന്ന് വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. വചനം എന്തു പറയുന്നു അതിൽ മാത്രം ഫോക്കസ് ചെയ്യ്. ലോകാവസാനത്തോളം എല്ലാ നാളിലും എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള വാക്യം അങ്ങനെ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. യെസ്, ഞാൻ സൗഖ്യമാണ്, ഞാൻ സൗഖ്യമാണ്, ഞാൻ ആരോഗ്യത്തോടിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ മാറ്റി തുടങ്ങും പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ പോവാണ്. മിക്ക മീറ്റിങ്ങുകൾക്കകത്തും ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. ഒരു രോഗി പെട്ടെന്ന് സൗഖ്യമാകും ആ മീറ്റിങ്ങിന്റെ അന്തരീക്ഷത്തിനകത്ത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണോ സൗഖ്യമായത് അത് വീണ്ടും അവരിൽ പ്രകടമാകും. നമ്മുടെ അഭിഷിക്തന്മാർ ഇതിനെ പറയുന്നത് വേണ്ട രീതിയിൽ അവർക്ക് ജീവിത വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ആ രോഗം തിരിച്ചടിച്ചു, പിശാച് വന്നു. അല്ല, നിങ്ങൾ കയറുന്ന ആ മീറ്റിങ്ങിൽ ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷമുണ്ട്. ആ വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് അല്ലെങ്കിൽ ആ ദൈവദാസന്റെ വിശ്വാസത്തിൽ ആ രോഗം സൗഖ്യമാകും. പക്ഷെ ആ രോഗം സൗഖ്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതാണ് ആ രോഗം വീണ്ടും വന്നത്. വിശ്വാസം നമുക്ക് നിലനിർത്തണം. തിരുവചനം
ആരംഭം മുതൽ അവസാനം വരെയും വായിച്ചു നോക്കൂ. വിശ്വാസത്തിൽ നിലനിൽക്കുവാനാണ് വചനം നമ്മളോട് പറയുന്നത്. വിശ്വാസം തകർന്നാൽ മുഴുവൻ തകർന്നു പോകും. നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുവാണെങ്കിൽ, വചനാടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ പണിതെടുക്കുകയാണെങ്കിൽ, ഇന്നും സൗഖ്യമായ ആ രോഗം ഇനി ഒരിക്കലും നിങ്ങളുടെ അരികിൽ വരത്തില്ല. ഇന്ന് പ്രാപിച്ച അല്ലെങ്കിൽ ഇന്ന് വെളിപ്പെട്ട് വന്ന അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് വെളിപ്പെട്ട ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് ഉണ്ടായ ആ ക്രിസ്തീയ അനുഭവം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് ഈ വചനം ഇന്നു മുതൽ നിങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.